Good morning all. Today we are going to discuss about power series. Power series നെ പറ്റി പഠിക്കുന്ന കംപ്ലീറ്റ് ക്ലാസ് ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്കൊരു പോളിനോമിയൽ ഫംഗ്ഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x equal to some x cube plus 2x square plus 1. ഇങ്ങനെയുള്ള x ന്റെ പവേഴ്സിലുള്ള ഫൈനൈറ്റ് ടേംസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. പവർ സീരീസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. That will be of the form 1 plus x plus some power x raised to 4 plus etc. Infinite ആയിട്ടുള്ള പോളിനോമിയൽസിനെ പോളിനോമിയൽസിനെയാണ് നമ്മൾ നോർമലി പവർ സീരീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം 1 by 1 minus x ന്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. That will be 1 plus x square plus x cube plus etc. where mod x less than 1. അപ്പൊ ഈ ഒരു കാര്യം എന്താണ് നമ്മൾ പവർ സീരീസ് പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഇവിടെ 1 by 1 minus x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ ആസ് ഇൻഫിനിറ്റ് പോളിനോമിയൽ ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ടേംസ്. അപ്പൊ ഇതെങ്ങനെയാണ് കിട്ടിയതെന്നും ഇത് എന്തുകൊണ്ടാണ് mod x less than 1 അവിടെ എഴുതിയെന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ അതിനു മുന്നായിട്ട് നമുക്ക് പവർ സീരീസിന്റെ ഫോർമൽ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. A power series about the point x equal to 0 is defined as sigma n running from 0 to infinity an x raised to n. So power series എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ്സ് എ സീരീസ്. നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് പഠിച്ചതാണ്. ഇൻഫിനിറ്റ് സീരീസ് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ അതിലത്തെ ടേംസുകളൊക്കെ കണ്ടത് ഈ ഒരു ഫോമിലായിരുന്നു. സിഗ്മ n റണ്ണിങ് ഫ്രം 0 to infinity 1 by n ഓ ഇല്ലെങ്കിൽ 1 by n all raised to 2 എന്നോ ഇല്ലെങ്കിൽ സിഗ്മ ലോഗ് 1 by n ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടത്. അപ്പൊ ഇവിടെ x എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടായിരുന്നില്ല, ഇതെല്ലാം കോൺസ്റ്റന്റ്സ് ആയിരുന്നു അല്ലെ. കാരണം n ന് 1 കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ആസ് 1 by 1 square that is 1 പ്ലസ് അടുത്തത് n ന് 2 കൊടുക്കുന്ന സമയത്ത് n ന് 2 കൊടുക്കുമ്പോൾ 1 by 2 square കിട്ടും, 1 by 4 പ്ലസ് എക്സെട്ര. സോ ഈ സീരീസിലെ ടേംസുകളെല്ലാം എന്തായിരുന്നു, anസുകളെല്ലാം എന്തായിരുന്നു, കോൺസ്റ്റന്റ്സ് ആയിരുന്നു. ഇവിടെ anസിന്റെ കൂടെ ആരും കൂടിയും വരുന്നുണ്ട്, x raised to n എന്ന് പറയുന്ന ടേംസും കൂടിയും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് ടേം എന്തായിരിക്കും, n ന് 0 കൊടുക്കണം. n ന് 0 കൊടുത്താൽ ദിസ് വിൽ ബി a0 into x raised to 0. x raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദിസ് ഈസ് a0 ഓൺലി പ്ലസ് നെക്സ്റ്റ് ടേം ഈസ് a1 x raised to 1. Next a2 x square plus etc. The nth term will be an x raised to n plus etc. nth term അല്ല ഇവിടെ വരുന്നത്, ഇവിടെ n plus 1th term ആണ്. കാരണം ഫസ്റ്റ് ടേം ഇവിടെ a0 ആണ് വന്നിരിക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ പവർ സീരീസ് എബൌട്ട് x equal to 0 എന്ന് പറയുന്നത്. ഇനി പവർ സീരീസ് എബൌട്ട് x equal to some point x0 is defined as sigma n running from 0 to infinity an x minus x0 raised to n. So this is equal to a0 plus a1 into x minus x0 plus a2 into x minus x0 square plus etc. an into x minus x0 raised to n plus etc. So this is a power series about x equal to x0. ഈ ഒരു x0 ന് 0 കൊടുത്താൽ we will get the power series about x equal to 0. അപ്പൊ x0 ന് 0 കൊടുത്തത് എന്തായി, x minus 0 raised to n, അതായത് x raised to n, an x raised to n ആയി. അതാണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. So we call this as a power series with the sender x0. ഇതിന്റെ സെൻഡർ x0 ആണ്. and these a0 a1 etc. are called the constant coefficients of the power series. Now ഒരു സീരീസ് ആയതുകൊണ്ട് തന്നെ അതിന് കൺവേർജൻസും ഡൈവേർജൻസും ഉണ്ടാവും. അപ്പൊ നമ്മൾ കഴിഞ്ഞ സീരീസിന്റെ സെക്ഷൻ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു റേഷ്യോ ടെസ്റ്റ് ഫോർ ഇൻഫിനിറ്റ് സീരീസ്. റേഷ്യോ ടെസ്റ്റ് പ്രകാരം എങ്ങനെയാണ് നമ്മളൊരു ഇൻഫിനിറ്റ് സീരീസിന്റെ കൺവേർജൻസ് നോക്കിയിരുന്നത്, അതുപോലെ തന്നെയാണ് പവർ സീരീസിന്റെയും കൺവേർജൻസ് നോക്കുന്നത്. ലെറ്റ് sigma I running from 0 to infinity ai x raised to I be a power series. n is replaced with I here. Assume that limit I tending to infinity
modulus of ai by ai minus 1 is equal to some number L. നമ്മൾ അവിടെ പഠിച്ചപ്പോൾ അത് R ആയിരുന്നു. It was a number R. ഇവിടെ നമ്മൾ അതിനെ L ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. Suppose that limit exists. Let capital R equal to 1 by L. Capital R നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ലിമിറ്റിന്റെ റെസിപ്രോക്കൽ ആണ്. If L equal to 0, അപ്പോൾ capital R എന്തായി മാറും? L 0 ആകുമ്പോൾ this will be of the form 1 by 0 and we are taking that as infinity, that is R equal to infinity. And if L equal to infinity, we are getting R as 1 by infinity form, that we are taking it as 0. Then first condition is that if mod x is less than R, the power series converges absolutely. Converges absolutely means what? It converges. അല്ലെ, absolute convergent സീരീസുകളെല്ലാം കൺവേർജന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. Now second one, if mod x is greater than R, the power series diverges, and if x equal to plus or minus R, the power series could converge or diverge. നമ്മൾ അവിടെ ടെസ്റ്റ് ഫെയിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മൾ പഠിച്ചപ്പോൾ R ലെസ് ദാൻ 1 ആകുമ്പോൾ കൺവേർജന്റ് ആയിരുന്നു, R ഗ്രേറ്റർ ദാൻ 1 ആയിരുന്നപ്പോൾ ഡൈവേർജന്റ് ആയിരുന്നു, R ഈക്വൽ ടു 1 ടെസ്റ്റ് ഫെയിൽ ആയിരുന്നു. ഇവിടെ നമ്മൾ പറയണത് ലിമിറ്റിനെ L ആയിട്ട് എടുക്കാൻ പോവാണ്, സ്മോൾ ലെറ്റർ L, ആൻഡ് വി ആർ ഡിനോട്ടിങ് ക്യാപിറ്റൽ R ആസ് 1 by L. മോഡ് എക്സ് എപ്പോഴാണോ ആറിനേക്കാൾ ചെറുതാണ് അപ്പോൾ മാത്രമാണ് സീരീസ് കൺവേർജ് ചെയ്യുന്നത്. മോഡ് എക്സ് ആറിനേക്കാൾ വലുതാണെങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യണം. എക്സ് വാല്യൂ പ്ലസ് ഓർ മൈനസ് ആർ, ദാറ്റ് മീൻസ് മോഡ് എക്സ് ഈക്വൽ ടു ആർ. മോഡ് എക്സ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എയ്തർ ആർ ഓർ മൈനസ് ആർ. Then that case the power series may converge or diverge. അത് നമുക്ക് സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇതാണ് ഒരു പവർ സീരീസിന്റെ കൺവെർജൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്. So this number R is the important number here, and we call that R as the radius of convergence of the power series. So R is the radius of convergence of the power series. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചിലപ്പോൾ എങ്ങനെയായിരിക്കും ചോദിക്കുക, find the radius of convergence of the power series. If the given power series converges for every x, then we say that the radius of convergence is infinity. And if the power series converges only at center, സെന്ററിൽ മാത്രമാണ് കൺവേർജ് ചെയ്യുള്ളൂ. സെന്റർ എന്ന് പറയുന്നത് എക്സ് നോട്ട് ആണ്. എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് പവർ സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ we call the radius of convergence R as 0. R is equal to 0. Now the greatest interval centered at x naught, x naught le center ആയിട്ട് വരുന്ന the largest possible interval, and we are calling that interval as the interval of convergence. This is the interval of convergence, and the half of length of that interval is our number R. നമുക്കൊരു പ്രോബ്ലത്തിൽ റേഡിയസ് ഓഫ് കൺവേർജൻസും ഇന്റർവെൽ ഓഫ് കൺവേർജൻസും ഡീപ്പ് ആയിട്ട് പറയാം. So this is our first problem, for which x does this power series converge. The power series given here is sigma I running from 0 to infinity I by 1 plus I x raised to I. വേണമെങ്കിൽ നമുക്ക് അതിന്റെ ടേംസ് എഴുതി നോക്കാം. When I equal to 0, this becomes 0, plus when I equal to 1, this become 1 by 1 plus 1 into x, plus next term is 2 by 2 plus 1 into x square, plus next will be 3 by 3 plus 1 into x cube plus etc. That is, this is x by 2 plus 2 by 3 x square plus 3 by 4 x cube plus etc. So this is a power series about x equal to 0. 0 ആണ് ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൺവെർജൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം L എന്ന് പറയുന്ന നമ്പർ എന്താ വരിക നോക്കാം. L is limit I tending to infinity modulus of ai by ai minus 1. So what is ai here? ai is I by I plus 1.
So ai minus 1 will be I ക്ക് പകരം I minus 1 കൊടുക്കുക. So this is I minus 1 by I minus 1 plus 1. So this is I minus 1 by I. So AI യും AI minus 1 നമുക്ക് കിട്ടി. Now we will find what is AI by AI minus 1. So this will be I by I plus 1 multiplied with ഇതിന്റെ reciprocal, that is I by I minus 1. So this is I square by I plus 1 into I minus 1 is I square minus 1 square, that is I square minus 1. So taking I square common from denominator, we will get this as I square by I square into 1 by 1 by I square. So this I square and I square get cancelled. This is of the form 1 by 1 minus 1 by I square. അതെന്തിനായിരിക്കും അങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. So this is limit I tending to infinity modulus of this one. ഇതിന് പിന്നെ മോഡിന്റെ പ്രത്യേകിച്ച് ആവശ്യമില്ല, അത് പോസിറ്റീവ് ടേം തന്നെയാണ്. So this is 1 by 1 minus 1 by I square. Then by properties of limit we will get this as 1 by 1 minus limit I tending to infinity 1 by I square. That is 1 by 1 minus this one will be 0. This is like limit n tending to infinity 1 by n square. 1 by n square the limit in the formula. So this is 1. So what is our number L? L is 1. So we want capital R, and that is defined as 1 by L. So this is 1 by 1. So we are getting the radius of convergence as 1. Hence the given power series converges when mod x less than r, that is mod x less than 1. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഏത് എക്സ് വാല്യൂസിനാണ് തന്നിരിക്കുന്ന പവർ സീരീസ് കൺവേർജ് ചെയ്യുന്നത്. സോ അത് കിട്ടി. ഇനി നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ദിസ് ഡൈവേർജസ് വെൻ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇത് രണ്ടും ഓക്കെ ആണ്. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എക്സ് ഈക്വൽ ടു 1ലും എക്സ് ഈക്വൽ ടു -1ലും കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോർ വിച്ച് എക്സ് ഡസ് ദിസ് കൺവേർജ്. അപ്പൊ ഇത് മാത്രം എഴുതിയോണ്ട് കാര്യമില്ല. സപ്പോസ് ഇതിൽ എക്സ് ഈക്വൽ ടു 1ലോ -1ലോ കൺവേർജന്റ് ആണെങ്കിൽ ആ പോയിന്റ് കൂടി നമുക്ക് ഇവിടെ എഴുതണമായിരുന്നു. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? So we are going to see whether at x equal to 1 this converge or not. അതിനു വേണ്ടിയിട്ട് x equal to 1 നമ്മൾ പവർ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. x equal to 1ൽ ഈ പവർ സീരീസിന് എന്താ സംഭവിക്കുക നോക്കാം. So this power series become 1 by 2 plus 2 by 3 plus 3 by 4 plus etc. x ന് 1 കൊടുത്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? This as an infinite series. ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് നമുക്ക് കിട്ടി. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഇത് കാണിക്കാൻ വേണ്ടി എഴുതിയേ ഉള്ളൂ. നമുക്ക് ഇവിടെ തന്നെ x ന് 1 കൊടുത്താൽ മതി. x ന് 1 കൊടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? ദിസ് ഈസ് സിഗ്മ I റണ്ണിങ് ഫ്രം 0 to infinity I by I plus 1 1 raised to I. 1 raised to I എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ ദിസ് ഈസ് ആൻ ഇൻഫിനിറ്റ് സീരീസ് അല്ലെ? ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇൻഫിനിറ്റ് സീരീസിന്റെ കൺവേർജൻസും ഡൈവേർജൻസും നോക്കാൻ നമുക്ക് അറിയാം അല്ലെ? അപ്പൊ ഇൻഫിനിറ്റ് സീരീസിന്റെ കൺവേർജൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? an here is I by I plus 1. When I take I outside from the denominator, this will be of the form 1 plus 1 by I. So what will be limit I tending to infinity AI? Sorry, this is AI. എന്തായിരിക്കും ലിമിറ്റ് I tending to infinity 1 by 1 plus 1 by I. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് this will be 1 by 1 plus ഇതിന്റെ ലിമിറ്റ് 0 ആണ്. 1 by n form. So this is 1. ഇതിന്റെ അർത്ഥം എന്താണ്? This AI converges to 1. That means AI does not converges to 0. Then by ith term test, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ പറഞ്ഞതാണ്. Then by ith term test this series diverges. This diverges. ഈ ഒരു മെത്തേഡ് അല്ല, നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഈ മെത്തേഡാണ്. കാരണം nth ടേം അല്ലെങ്കിൽ ith ടേം 0ലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല. So when x equal to 1 also, the power series
diverges. ഇനി ഒരാളെയും കൂടി ചെക്ക് ചെയ്താൽ മതി. വാട്ട്? എക്സ് ഈക്വൽ ടു -1. സോ ഞാൻ ഇത് റബ് ചെയ്യാണ്. എക്സ് ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ ഈ പവർ സീരീസ് എന്തായിട്ട് മാറും? ദിസ് വിൽ ബി, എക്സിന് ഞാൻ എന്താ കൊടുക്കേണ്ടത്? -1 ആണ്. സോ ദിസ് ഈസ് -1/2 പ്ലസ് 2/3 into -1 square, that is 1, plus next one is 3/4 into -1 cube, that is -3/4, plus etc. So this is an alternating series. Again, you know how to check the convergence of an alternate series. ഈ സീരീസ് alternating series ആണ്. ഇത് convergent ആണോ divergent ആണോ എന്നൊക്കെ നമുക്കറിയാം. So this I am giving you as an exercise. Verify whether this converge or diverge. Actually that also diverges. That means when x equal to -1 also this diverges. അപ്പോൾ x mod x less than 1ൽ convergent ആണെന്ന് കിട്ടി, mod x greater than 1ൽ divergent ആണെന്ന് കിട്ടി, x equal to 1, -1ലും divergent ആണെന്ന് കിട്ടി. അപ്പൊ കൺവേർജന്റ് ആയിട്ടുള്ള ആകെ സ്ഥലം ഏതാണ്? mod x less than 1. അപ്പൊ ഇന്റർവെല് ഞാൻ ജസ്റ്റ് വരയ്ക്കുകയാണ്. So this is the interval -1, 1. Mod x less than 1 എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? -1 less than x less than 1. ഓപ്പൺ ഇന്റർവൽ അല്ലെ? ഓപ്പൺ ഇന്റർവൽ -1, 1നകത്ത് മാത്രമാണ് എന്ത്? ഈ സീരീസ് കൺവേർജന്റ് ആയിട്ടുള്ളൂ. സോ കൺവേർജന്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് -1 less than x less than 1 ആണ്. ആൻഡ് വി കോൾ ദാറ്റ് ആസ് ദി ഇന്റർവൽ ഓഫ് കൺവേർജൻസ്. പവർ സീരീസ് കൺവേർജന്റ് ആയിട്ടുള്ള മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഇന്റർവെല്ലിനെയാണ് നമ്മൾ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഹാഫ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പൊ ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത് എത്ര? -1 to 1 ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. 2/2 അല്ലെ? ഹാഫ് എന്ന് പറയുന്നത് 1 ആണ്. സോ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് 1. അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ 6 ആണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 6, നമുക്ക് 1 ആണ് കിട്ടിയത്. അപ്പൊ ഇതാണ് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ്. സപ്പോസ് എക്സ് ഈക്വൽ ടു 1ൽ കൂടെ ഇയാൾ കൺവേർജന്റ് ആയിരുന്നു വിചാരിക്കുക. എക്സ് ഈക്വൽ ടു 1 ഓൾസോ ദ പവർ സീരീസ് കൺവേർജസ് implies what? The interval of convergence becomes closed -1 open 1. Okay, interval of convergence ഇങ്ങനെയായിട്ട് മാറുമായിരുന്നു. ഇനി എക്സ് ഈക്വൽ ടു -1ലായിരുന്നു കൺവേർജന്റ് എങ്കിലോ? എക്സ് ഈക്വൽ ടു -1ൽ കൺവേർജന്റ് ആണ്, 1ല് കൺവേർജന്റ് അല്ല. സോ ഇന്റർവൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് -1 ക്ലോസ്ഡ് 1 ആയി മാറുമായിരുന്നു. Now suppose -1ലും 1ലും കൺവേർജന്റ് ആണെങ്കിൽ ഇന്റർവൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് -1, 1 കിട്ടുമായിരുന്നു. സോ ദീസ് ആർ ദി ഓൾ പോസിബിലിറ്റീസ്. പക്ഷെ ഇവിടെ അതൊന്നും പ്രശ്നമില്ല. നമ്മൾ 2 പോയിന്റും കണ്ടുപിടിച്ചു. എക്സ് ഈക്വൽ ടു 1ലും -1ലും ഡൈവേർജന്റ് ആണ്. സോ ഇൻ ദിസ് പ്രോബ്ലം ദി ഇന്റർവൽ ഓഫ് കൺവേർജൻസ് ഈസ് ഓപ്പൺ ഇന്റർവൽ -1, 1 ആൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് r ഈസ് 1. അപ്പൊ ഇത്രയാണ് പവർ സീരീസിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. Now we have another problem. Determine the radius of convergence of sigma k running from 0 to infinity k raised to k by k plus 1 factorial into x raised to k. അപ്പൊ ഇവിടെ എന്നിന് പകരം അല്ലെങ്കിൽ ഐക്ക് പകരം തന്നിരിക്കുന്ന ടേം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേരിയബിൾ എന്ന് പറയുന്നത് k ആണ്. അപ്പൊ നമുക്ക് k വെച്ചിട്ട് തന്നെ ചെയ്യാം. So L is the important number we need to find. Limit ഇവിടെ k ആണ്. Limit k tending to infinity modulus of ak by ak minus 1. So what is ak here? Ak is k raised to 5 by k plus 1 factorial. ak അതാണെങ്കിൽ ak minus 1 എന്തായിരിക്കും? k ക്ക് പകരം k minus 1 കൊടുക്കുക. So ak minus 1 will be k minus 1 raised to 5 divided by k minus 1 plus 1 factorial. -1 plus 1 cancel out. This will be k minus 1 raised to 5 by k factorial. അപ്പോൾ ഇത് കാണുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ak by ak minus 1 ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ak by ak minus 1 is k raised to 5 by
k plus 1 factorial into reciprocal of this one. 1 by ak minus 1 എന്ന് പറയുമ്പോൾ reciprocal of this one. So this is k factorial by k minus 1 raised to 5. അപ്പോൾ നമ്മൾ ഇതിന് മുന്നുള്ള പ്രോബ്ലംസിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. k ഫാക്ടോറിയലും k plus 1 ഫാക്ടോറിയലും ക്യാൻസൽ ആവും, ബാക്കി k plus 1 മാത്രം വരും. അപ്പൊ k ഫാക്ടോറിയലും k plus 1 ഫാക്ടോറിയലും ക്യാൻസൽ ആവും. അതെങ്ങനെ ക്യാൻസൽ ആയത്? ബിക്കോസ് k plus 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് k plus 1 വരെയുള്ള ആൾക്കാരുടെ പ്രൊഡക്റ്റ് ആണ്. സോ ദിസ് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് k plus 1 into k ഫാക്ടോറിയൽ. ഓക്കെ, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നില്ല ഇനി. സോ ദിസ് വിൽ ബി വാട്ട് 1 by k plus 1 into k by k minus 1 all raised to 5. k നി k minus 1 നി ക്ലബ് ചെയ്തു ബിക്കോസ് അവരുടെ രണ്ടുപേരുടെയും പവർ എന്ന് പറയുന്നത് 5 ആണ്. സോ ദിസ് ഈസ് ദി ടേം. So back to this one, L is limit k tending to infinity. So as k tending to infinity, there is no need of mod. K tending to infinity എന്ന് പറയുമ്പോൾ ഈ ടേംസ് ഒക്കെ പോസിറ്റീവ് ആണ്. k equal to 0 ആകുമ്പോൾ മാത്രമായിരുന്നു ഇയാൾ -1 എന്നൊക്കെ വന്നിരുന്നത്. പക്ഷേ as k tending to infinity, there is no need of modulus sign here. So this will be 1 by k plus 1 multiplied with k by k minus 1 raised to 5. Then by properties of limit, this we can write it as limit k tending to infinity 1 by k plus 1 into limit k tending to infinity k by k minus 1 all raised to 5. So second limit എന്താ വരിക? Limit k tending to infinity, this can be written as k by k taking outside from the denominator is 1 by 1 minus 1 by k, this all raised to 5. So when k tending to infinity, this will become 1 by 1 minus 0. 1 by k limit 0 ആണ്, all raised to 5. So this is 1. So this is limit k tending to infinity 1 by k plus 1 എന്താ 0 ആണ് അല്ലേ? As k tending to infinity 1 by k ഫോമിലുള്ള ആൾക്കാർ 0ലേക്കാണ് പോവുക. So this is 0 into 1. So we are getting the limit as 0. So L is 0 here. L0 എന്ന് പറയുന്നത് എന്തായിരുന്നു? R എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരുന്നു അല്ലെ? L0 ആയിരുന്നപ്പോൾ നമുക്ക് R 1 by 0 ഫോം ആണ്, അതിനെ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് ഇൻഫിനിറ്റ്. എല്ലായിടത്തും എക്സ് കൺവേർജന്റ് ആണ്. സോ മോഡ് എക്സ് ലെസ് ദാൻ ആർ എന്നല്ലേ പറഞ്ഞത്. സോ ദിസ് പവർ സീരീസ് കൺവേർജസ് ഫോർ ഓൾ എക്സ്. അപ്പൊ നമ്മളിവിടെ രക്ഷപ്പെട്ടു. നമുക്ക് എക്സ് ഈക്വൽ ടു ആറിലും മൈനസ് ആറിലും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, കാരണം ആർ ഫുൾ ഇൻഫിനിറ്റി ആണ്. അതായത് ഫുൾ ടേംസിനും ഫുൾ എക്സിനും വേരിയബിളിനും പവർ സീരീസ് കൺവേർജന്റ് ആണ്. വി ഹാവ് വൺ മോർ പ്രോബ്ലം. 3 പ്രോബ്ലം തന്നിട്ടുണ്ട്, എ ബി സി. അതിൽ നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വൺ വി വിൽ ഡു ദ ഗിവൺ സീരീസ് ഈസ് സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു ഐ ബൈ ഐ. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം നമ്മൾ എ ഐ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എ ഐ ഹിയർ ഈസ് 1 by i. Now we will find what is L. L is defined as limit I tending to infinity modulus of ai by ai minus 1. So ai 1 by i ആണെങ്കിൽ ai minus 1 എന്തായിരിക്കും? 1 by i minus 1. Then we find out this one first, ai by ai minus 1. That will be 1 by i multiplied with I minus 1 by 1. So we will get this as I minus 1 by I. So back to this is limit I tending to infinity I minus 1 by I. That is limit I tending to infinity, taking I outside from the numerator, this will give you 1 minus 1 by I divided by I. So this I and I get cancelled. So this is by properties of limit I tending to infinity 1 minus limit I tending to infinity 1 by I. Constant limit അത് തന്നെയാണ്. 1 minus 1 by I യുടെ ലിമിറ്റ് 0 ആണ്. So this is 1. So L we got here as 1. Therefore R is 1 by L, that is 1. So the radius of convergence here is 1. അപ്പോൾ mod x less than 1 the power series converges
and mod x greater than 1 ൽ power series diverges. Now at x equal to 1 and minus 1 we need to check whether the power series converge or diverge. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. So first we will take x equal to 1. X equal to 1 ആകുമ്പോൾ power series എന്തായി മാറും? This will become sigma I running from 1 to infinity 1 raised to I by I. അല്ലേ? x ന് 1 കൊടുത്തു. So this is sigma I running from 1 to infinity 1 by I. ഇപ്പോൾ രക്ഷപ്പെട്ടു. ഇത് നമുക്ക് അറിയുന്ന സീരീസ് ആണ്. It is the harmonic series. And we know this diverges. ശരിയല്ലേ? അത് 1 plus 1 by 2 plus 1 by 3 ആണ്. Etc. Harmonic series ആണ്. അത് diverge ചെയ്യുമെന്ന് നമുക്കറിയാം. So when x equal to 1, it diverges. Now it remains to check at x equal to minus 1. X equal to minus 1 ൽ എന്തായിരിക്കും സംഭവിക്കുക? This becomes sigma I running from 1 to infinity minus 1 raised to I divided by I. So when we give I equal to 1 minus 1 plus next term is I is minus 1 square, that is 1. So this is 1 by 2 minus 1 by 3 plus 1 by 4 etc. So this is an alternating series and we have already done its convergence. This one converges by alternating series test. അപ്പോൾ അത് അറിയാത്തവർ ആ ക്ലാസ് ഒന്നുകൂടി കാണാം. Alternating series test പ്രകാരം this one converges. So at x equal to minus 1 the given series converges. അപ്പോൾ കൺവേർജന്റ് ആവുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? mod x less than 1 and x equal to minus 1. അപ്പോൾ നമുക്ക് അതിനെ ജസ്റ്റ് പ്ലോട്ട് ചെയ്യാം. So this is the point 0, here is minus 1, this is 1. So convergent ആവുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് minus 1 ൽ convergent ആണ്. So close to minus 1, 1 ൽ convergent അല്ല, 1 വരെ. So open 1. So the interval of convergence is close to minus 1, open 1. And radius of convergence of course 1. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ള രണ്ട് പ്രോബ്ലംസും കൂടി ചെയ്തു നോക്കുക. ഇതേ പ്രൊസീജിയർ ആണ്. നെക്സ്റ്റ് one more problem. For which x does the series converge? ഏത് x നാണ് ഈ സീരീസ് കൺവേർജ് ചെയ്യാന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വി ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് L. L ഈസ് ലിമിറ്റ്, ഇവിടെ I അല്ല n ആ തന്നിരിക്കുന്നത്. സോ ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് ലിമിറ്റ് n tending to infinity modulus of an by an minus 1. So what is an here? An is given as 4 raised to n by root of 2n plus 5. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ x raised to n അല്ല തന്നിരിക്കുന്നത്. This is x plus 5 raised to n. So this is of the form x minus x naught raised to n. It's a power series about x naught. അപ്പോൾ ഇവിടെ x naught എന്ന് പറഞ്ഞ നമ്പർ എത്രയാണ്? -5 ആണ് അല്ലേ? x minus of -5 raised to n. So this is power series about -5. അതൊന്ന് നോട്ട് ചെയ്യുക. So x naught here is -5. അപ്പോൾ ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എങ്ങനെ കാണാൻ നോക്കാം. an കിട്ടി. an കിട്ടിയാൽ an minus 1 will be 4 raised to n minus 1 divided by root of 2 into n ന് പകരം n minus 1 കൊടുത്തു plus 5. So this one become 4 raised to n minus 1 by root of 2n minus 2 plus 5, that is 4 raised to n minus 1 divided by root of 2n plus 3. Now we can simplify and see what is an by an minus 1. This will become 4 power n by root of 2n plus 5 into root of 2n plus 3 divided by 4n minus 1. So this and this get cancelled with a 4. So this will become 4 into root of 2n plus 3 by root of 2n plus 5. So that is an by an minus 1. So what is L? Limit n tending to infinity
an by an minus 1. So that is 4 into root of 2n plus 3 divided by root of 2n plus 5. You can take 4 outside the limit. So this is 4 into limit n tending to infinity root of ഒന്നിച്ച് റൂട്ടിനകത്ത് എഴുതാം 2n plus 3 by 2n plus 5. So this can be written as 4 into limit n tending to infinity, taking n outside, this is 2 plus 3 by 2, 3 by n divided by n into 2 plus 5 by n all raised to 1 by 2. So n and n get cancelled. As limit n tending to infinity, this become 3 by n becomes 0 and 5 by n also becomes 0. So we will get this as 4 into 2 by 2 all raised to 1 by 2, that is 1 raised to 1 by 2, that is 1, 4 into 1. So we are getting L as 4. L4 എന്ന് പറഞ്ഞാൽ R എന്താണ് 1 by L ആണ്, that is 1 by 4. So the radius of convergence is 1 by 4. അപ്പോൾ ഇവിടെ മോഡ് എക്സ് ലെസ് ദാൻ ആർ അല്ല, മോഡ് എക്സ് അല്ല, ഇവിടെ എന്താ വരിക, ഇവിടെ തന്നിരിക്കുന്ന പവർ സീരീസ് എക്സ് മൈനസ് എക്സ് നോട്ട് ആണ്, അല്ലെങ്കിൽ എക്സ് പ്ലസ് 5 ആണ്, എക്സ് മൈനസ് ഓഫ് മൈനസ് 5. സോ മോഡ് എക്സ് പ്ലസ് 5 ആണ് ലെസ് ദാൻ ആർ, ഇത് മാത്രം ശ്രദ്ധിക്കുക. സോ മോഡ് എക്സ് പ്ലസ് 5 ലെസ് ദാൻ ആറിൽ ദ പവർ സീരീസ് കൺവേർജസ്. മോഡ് എക്സ് പ്ലസ് 5 ലെസ് ദാൻ ആർ എന്ന് പറയുമ്പോൾ മോഡ് എക്സ് പ്ലസ് 5 less than 1 by 4 it converges, and mod x plus 5 greater than 1 by 4 it diverges. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. ഇത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടില്ല എക്സിന്റെ പൊസിഷൻ എവിടെ വരികയെന്ന്. So we can simplify this one. This we can write it as minus 1 by 4 less than x plus 5 less than 1 by 4. And adding minus 5 on all terms, we will get this as minus 5 minus 1 by 4 less than x plus 5 minus 5. So that is x less than minus 5 plus 1 by 4. So this we will get it as, അപ്പോൾ ഈ വാല്യൂ എത്ര വരിക, മൈനസ് 5 മൈനസ് 1 by 4 എന്ന് പറഞ്ഞാൽ മൈനസ് 20 മൈനസ് 1 by 4, that is മൈനസ് 21 by 4, and minus 5 plus 1 by 4 എന്ന് പറയുമ്പോൾ minus 20 plus 1 by 4, that is minus 19 by 4. So this we are getting it as minus 21 by 4 less than x less than minus 19 by 4. So this is the interval of convergence. അപ്പോൾ ഇതിന്റെ പൊസിഷൻ നോക്കാം, this is 0, minus 21 by 4 somewhere here, this is minus 21 by 4 and minus 19 by 4 close to it. അപ്പോൾ ഈ ഒരു ഇന്റർവെല്ലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്തുകൂടി ചെക്ക് ചെയ്യണം, അറ്റ് ദ പോയിന്റ് കൂടി നോക്കണം അല്ലേ. സോ വി നീഡ് ടു ചെക്ക് ഈസ് ഇറ്റ് കൺവേർജന്റ് അറ്റ് minus 21 by 4 as well as on minus 19 by 4. So that I am giving you as an homework. You can check at those points. X ന് ആ രണ്ട് വാല്യൂ കൊടുക്കുക, x ന് minus 21 by 4 കൊടുക്കുക. So you are getting an infinite series. Infinite series-ന്റെ convergence നമുക്ക് കാണാൻ അറിയാം. Also x ന് minus 19 by 4 കൊടുക്കുക. അപ്പോഴും നമുക്കൊരു ഇൻഫിനിറ്റ് സീരീസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ സീരീസിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ കൺവേർജൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് അതനുസരിച്ച് പറയാം. minus 21 by 4 കൂടി കൺവേർജന്റ് ആണെങ്കിൽ വി ക്യാൻ ടേക്ക് ദ ക്ലോസ്ഡ് ഇന്റർവെൽ. minus 19 by 14 minus 19 by 4 കൺവേർജന്റ് ആണെങ്കിൽ വി ക്യാൻ ക്ലോസ് ദിസ് ഇന്റർവെൽ. അപ്പൊ minus 21 by 4 കൂടി കൺവേർജൻസ് കിട്ടിയാൽ ദിസ് ഈസ് ക്ലോസ്ഡ് minus 21 by 4 ആൻഡ് minus 19 by 4 കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഫോമിൽ വരും. ഇനി അവിടെയും കിട്ടിയാൽ ഈ ഫോമിലായിരിക്കും വരിക. നമുക്ക് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. നെക്സ്റ്റ് വി ഹാവ് റൂട്ട് ടെസ്റ്റ് ഫോർ പവർ സീരീസ്. നമ്മൾ റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഇപ്പോൾ കൺവേർജൻസ് കണ്ടുപിടിച്ചു. മോഡ് എ ഐ ബൈ എ ഐ മൈനസ് 1 ലിമിറ്റ് L ആണെങ്കിൽ
r-നെ 1/l എടുത്തിട്ട് so and so ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. Now we have this power series sigma I running from 0 to infinity ai x raised to I, and we will find this number limit I tending to infinity mod ai all raised to 1 by I. അവിടുത്തെ r നമ്മൾ ഓൾറെഡി ഇത് റൂട്ട് ടെസ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ് ഇൻഫിനിറ്റ് സീരീസിന്റെ കേസിൽ. അതൊന്നും കൂടി എടുത്ത് നോക്കുക. And we will take that number here as rho. Suppose that exists, then the radius of convergence is 1 by rho. അപ്പൊ അവിടെ L കണ്ടതുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇവിടെ നമ്മൾ റോ ആണ് കണ്ടുപിടിക്കുന്നത്. റോ എന്ന് പറയുന്നത് റൂട്ട് ടെസ്റ്റ് പ്രകാരമാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് I tending to infinity mod ai all raised to 1 by I. നമ്മൾ അന്ന് അവിടെ പറഞ്ഞിരുന്നു, ഇത് I അല്ല n ആണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ലിമിറ്റ് n tending to infinity mod an all raised to 1 by n. അത് തന്നെയാണ് ആക്ച്വലി എന്ത്? ലിമിറ്റ് n tending to infinity nth റൂട്ട് ഓഫ് മോഡ് an. അതുകൊണ്ടാണ് അയാൾക്ക് റൂട്ട് ടെസ്റ്റ് എന്ന് പേര് വരാൻ കാരണം. നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലം ചെയ്ത് നോക്കാം. ബാക്കി ഇന്റർവെൽ ഓഫ് കൺവെർജൻസ്, റേഡിയസ് ഓഫ് കൺവെർജൻസ് ഒക്കെ അവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് ഈ നമ്പർ r മാത്രം കണ്ടുപിടിച്ചാൽ മതി. ദിസ് ഈസ് 1 by rho here and 1 by l in ratio test. Find the radius of convergence of this series sigma I running from 1 to infinity x power I by 2 plus 1 by I power I. അപ്പൊ ഇവിടെ ai തന്നിട്ടുണ്ട്. ai here it is given as 1 by 2 plus 1 by I all raised to I. So first we will find what is mod ai all raised to 1 by I. മോഡിന്റെ ആവശ്യമില്ല. So this is 1 by 2 plus 1 by I raised to I all raised to 1 by I. അപ്പൊ നമ്മൾ അന്ന് പറയുന്നു പവർ I പവർ n ഒക്കെ വരുമ്പോഴാണ് നമ്മൾ റൂട്ട് ടെസ്റ്റ് ചെയ്യുക. So that get cancel അല്ലേ. So ഇതെന്തായിരിക്കും? This is 1 by 2 plus 1 by I raised to I all raised to 1 by I എന്ന് കിട്ടും. സോ ആ പവർ ക്യാൻസൽ ആയി പോവും. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് 1 by 2 plus 1 by I. ഇയാളുടെ ലിമിറ്റ് കാണാൻ വളരെ എളുപ്പമാണ് അല്ലെ. സോ റോ ഈസ് ലിമിറ്റ് I tending to infinity modulus of ai raised to 1 by I, that is limit I tending to infinity 1 by 2 plus 1 by I, that is ഇനി പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ദിസ് ഈസ് 1 by 2. അപ്പോൾ റോ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് r? റേഡിയസ് ഓഫ് കൺവെർജൻസ് r is defined as 1 by rho, that is 1 by 2. So the power series converges for mod x less than 1 by 2 and the power series diverges for mod x greater than 1 by 2, and we need to check at the point 1 by 2 as well as on minus 1 by 2. ഈ രണ്ട് പോയിന്റിലും നമുക്ക് ഇതിന്റെ പവർ സീരീസിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യണം. ദാറ്റ് ഓൾസോ യു ക്യാൻ വെരിഫൈ. എക്സിന് 1 by 2 കൊടുക്കുക, യു വിൽ ഗെറ്റ് ആൻ ഇൻഫിനിറ്റ് സീരീസ്. ആൻഡ് എക്സിന് മൈനസ് 1 by 2 കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഓൾട്ടർനേറ്റീവ് സീരീസ് ആയിരിക്കും. രണ്ടിന്റെയും കൺവേർജൻസ് കാണാൻ അറിയാം. കൺവേർജന്റ് ആവുന്ന പോയിന്റുകൾ എവിടെ നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ മൈനസ് 1 by 2 1 by 2 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. 1 by 2 കൂടി കിട്ടുകയാണെങ്കിൽ ഇതിനെ ക്ലോസ് ചെയ്യുക. മൈനസ് 1 by 2 കിട്ടണമെങ്കിൽ ഈ പോയിന്റ് ക്ലോസ് ചെയ്യുക. ആൻഡ് ദാറ്റ് വിൽ ബി ദി ഇന്റർവെൽ ഓഫ് കൺവേർജൻസ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എസ് എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ശരിക്കും നിങ്ങൾ ഇത് ചെയ്തു നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. റേഡിയസ് ഓഫ് കൺവേർജൻസ് നമുക്ക് ഈ സ്റ്റെപ്പ് തന്നെ കിട്ടി. r is 1 by 2. സോ വി ക്യാൻ വൈൻഡ് അപ്പ് ഹിയർ. നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് കൂടി വേണമെങ്കിൽ ചെയ്തു നോക്കാൻ പറഞ്ഞത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ എങ്ങനെയായിരുന്നു? ഫോർ വിച്ച് എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ് കാണണമെങ്കിൽ നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് മുന്നത്തെ പ്രോബ്ലത്തിലും ഡിറ്റർമിൻ ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് അവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇൻഫിനിറ്റി കിട്ടുകൊണ്ട് പിന്നെ നമ്മൾ എൻ പോയിന്റ്സ് ചെയ്തില്ല. നെക്സ്റ്റ് വി ഹാവ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് എ പവർ സീരീസ്. ഈ ഡെഫിനിഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. യു ഹാവ് എ പവർ സീരീസ് സിഗ്മ എ ഐ എക്സ് മൈനസ് എക്സ് നോട്ട് റേസ് ടു ഐ. ഇങ്ങനെ ഒരു പവർ സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്നും ഇതിന്റെ ഇന്റഗ്രൽ എന്താണെന്നാണ്
പറയാൻ പോകുന്നത്. അപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന പവർ സീരീസിനെ ജസ്റ്റ് ഡി ബൈ ഡി എക്സ് എടുത്തു. ഡി ബൈ ഡി എക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ വളരെ എളുപ്പമാണ്. ദിസ് ഈസ് സിഗ്മ എ ഐ എക്സ് മൈനസ് എക്സ് നോട്ട് റേസ് ടു ഐയുടെ മാത്രം ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് വിൽ ബി ഐ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് റേസ് ടു ഐ മൈനസ് 1. നമുക്ക് എല്ലാവർക്കും അറിയണം തന്നെയാണ്. സോ എ ഐ ഇൻറ്റു ഐനെയാണ് ഇവിടെ ഐ എ ഐ എന്ന് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ള ആളെ എക്സ് മൈനസ് എക്സ് നോട്ട് റേസ് ടു ഐ മൈനസ് 1. അപ്പൊ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളൊന്നല്ല. സപ്പോസ് ദ പവർ സീരീസ് ഗിവൺ ഹാസ് 1 plus x plus x square plus x cube plus etc. എന്ന് വിചാരിക്കുക. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് പവർ സീരീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, d by dx of this power series, and that will be term by term differentiation of this series. That is, derivative of 1 is 0 plus x ന്റെ ഡെറിവേറ്റീവ് 1 ആണ്, x square ഡെറിവേറ്റീവ് 2x ആണ്, x cube ന്റെ ഡെറിവേറ്റീവ് 3x square ആണ്, പ്ലസ് എക്സെട്ര. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്റഗ്രേഷനും അതുപോലെ തന്നെയാണ്. The integral of this power series will be integral sigma an x raised to n. ഇതേ എക്സാമ്പിൾ പറയാം. 1 ന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? ഇന്റഗ്രൽ ഓഫ് 1 വിൽ ബി എക്സ്. എക്സിന്റെ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ബൈ 2. എക്സ് സ്ക്വയറിന്റെ എന്തായിരിക്കും? എക്സ് ക്യൂബ് ബൈ 3. എക്സ് ക്യൂബിന്റെ എന്തായിരിക്കും? എക്സ് റേസ് ടു 4 ബൈ 4 പ്ലസ് എക്സെട്ര. അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്ത്? ബൈ 1 പ്ലസ് ഐ. കാരണം എക്സ് മൈനസ് എക്സ് നോട്ട് റേസ് ടു ഐനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? ദിസ് വൺ വിൽ ബി ഐ പ്ലസ് 1 ബൈ ഐ പ്ലസ് 1. ആ ഐ പ്ലസ് 1 ഇവിടെ എഴുതിയേ ഉള്ളൂ എ ഐയുടെ കൂടെ. So this is ai by 1 plus I into x minus x naught raised to 1 plus I plus sc, ഒരു കോൺസ്റ്റന്റ്. അപ്പൊ നിങ്ങൾ ഇത് വായിച്ചു നോക്കേണ്ട ആവശ്യം ശരിക്കില്ല, അത്രയും സിമ്പിൾ ആയിട്ടാണ് പറയണത്. ഒരു പവർ സീരീസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ എല്ലാ ടേംസിനെയും ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് ഓരോ ടേമിനെയും ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇന്റഗ്രേഷൻ പറഞ്ഞാൽ ഓരോ ടേമിനെയും ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, let f of x is given as sigma I running from 0 to infinity I by 1 plus I into x raised to I. Find a series expression of f dash x. f dash x in the series കാണാനാ പറഞ്ഞിരിക്കുന്നത്. f dash x എന്ന് പറഞ്ഞാൽ ആരാ? This is nothing but d by dx of f of x. ശരിയല്ലേ? പക്ഷെ d by dx of f of x എന്ന് പറഞ്ഞാൽ ആരാ? d by dx of this given power series I plus 1 x raised to I. അപ്പോ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? സിഗ്മ ഐ റണ്ണിങ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. നമുക്ക് ആ എ ഐ ടേംസിന് ഒന്നും ചെയ്യേണ്ട, അതിന് അതേപോലെ തന്നെ അവിടെ എഴുതാം. എ ഐ എന്ന് പറയുന്നത് ഐ ബൈ ഐ പ്ലസ് 1 ആണ്. ഇൻറ്റു എക്സ് റേസ് ടു ഐന്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതിന്റെ ഡെറിവേറ്റീവ് ആരാ? ഐ ഇൻറ്റു എക്സ് റേസ് ടു ഐ മൈനസ് 1. ഇനി ഒന്ന് ക്ലബ് ചെയ്ത് കൊടുത്താൽ മതി. സോ ദിസ് വിൽ ബി സിഗ്മ ഐ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഐ ഇൻറ്റു ഐ, ദാറ്റ് ഇസ് ഐ സ്ക്വയർ ബൈ ഐ പ്ലസ് 1 into x raised to I minus 1. ഇത്രയേ ഉള്ളൂ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ സിഗ്മ നൊട്ടേഷൻ ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിനെ ജസ്റ്റ് പവർ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുക. ഇൻ ടേംസ് ഓഫ് എക്സ് ആയിട്ട് എഴുതുക, എക്സ് സ്ക്വയർ എക്സെട്ര ആയിട്ട് എഴുതുക, എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താലും മതി. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, വേർ ഈസ് ഇറ്റ് വാലിഡ്? അപ്പൊ അതിന് ഇവിടെ താഴെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദ റിസൾട്ടിംഗ് സീരീസ് കൺവേർജസ് ഇഫ് മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ആർ. തന്നിരിക്കുന്ന പവർ സീരീസ് കൺവേർജന്റ് ആയിരിക്കുന്ന സ്ഥലം മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സോ അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സും ഒക്കെ എവിടെ ആയിരിക്കും കൺവേർജന്റ്? അതേ സ്ഥലത്ത് തന്നെ ആയിരിക്കും, അതേ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സിന്റെ കൺവേർജൻസ് എവിടെയും നോക്കിയാൽ മതി. ലക്ലി നമ്മൾ ഇത് ഓൾറെഡി ചെയ്ത പ്രോബ്ലം ആണ്. ദിസ് ഈസ് ദി പ്രോബ്ലം ഫോർ which x does sigma I running from 0 to infinity I by I plus 1 x raised to I converge. അത് കൺവേർജ് ആവുന്ന സ്ഥലം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. എവിടെയായിരുന്നു കൺവേർജന്റ് ആയിരുന്നത്? ഇൻ ദ ഇന്റർവെൽ -1 1, അതായത് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 കൺവേർജന്റ്. ഓക്കെ, എക്സ് ഈക്വൽ ടു 1 -1 കൺവേർജന്റ് അല്ല എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ കാണിച്ചിരുന്നു. സോ ദ ഗിവൺ പവർ സീരീസ് കൺവേർജസ് വെൻ മോഡ് എക്സ് ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷും എക്സും കൺവേർജ് ചെയ്യുന്നത് എവിടെയാണ്? മോഡ് എക്സ് ലെസ് ദാൻ 1 ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നിങ്ങളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആലോചിച്ച് നോക്കൂ. എഫ് ഡാഷ് എക്സ് കൺവേർജ് ചെയ്യുന്നത് മോഡ് എക്സ് ലെസ് ദാൻ 1 അങ്ങനെയാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് എക്സ് കൺവേർജ് ആവുന്നത് എവിടെയായിരിക്കും? ഇതേ സ്ഥലത്തായിരിക്കും, ശരിയല്ലേ? കാരണം എഫ് ഡാഷ് എക്സിനെ നിങ്ങൾ വേണമെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് വിളിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ആളാരാ? ഇത് ജി ഡാഷ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സിന് പറഞ്ഞ കാര്യം ഇവിടെ ജി ഓഫ് എക്സിന് ട്രൂ ആണ്. സോ ലൈക്ക് വൈസ് എഫ്
triple dash of x also converges in mod x less than 1, etc. അത് നമ്മൾ പിന്നെ പഠിക്കും. ഇതേപോലെ തന്നെയാണ് ഇന്റഗ്രേഷന്റെ കാര്യം. Now one more problem. Write down the power series for x by 1 plus x square and log of 1 plus x square. x by 1 plus x square ന്റെ പവർ സീരീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആകെ അറിയണ ഒരു എക്സ്പാൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ 1 by 1 minus x ന്റെ എക്സ്പാൻഷൻ ആണ്. This is 1 plus x square plus etc. and mod x less than 1. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? This is an f of x, അല്ലേ? So this is f of x and we wrote that as sigma an x raised to n. ഈ ഒരു ഫോമിലാണ് പവർ സീരീസിനെ എഴുതിയിരിക്കുന്നത് f of x. mod x less than 1 എന്ന് പറഞ്ഞാൽ അർത്ഥം mod x less than r ആണ്. So radius of convergence here is 1. അപ്പോൾ ഈ ഒരു സീരീസിന്റെ എക്സ്പാൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. So what happens if I am replacing this minus x by x square? Minus x square കൊടുക്കുകയാണ്. So this will become 1 plus x square. x ന് പകരം ഞാൻ എന്താ കൊടുത്തത്? മൈനസ് എക്സ് സ്ക്വയർ ആണ് കൊടുത്തത്. അപ്പൊ എക്സ് കണ്ടുകൊടുത്തൊക്കെ മൈനസ് എക്സ് സ്ക്വയർ കൊടുക്കാൻ പോകണം. സോ ദിസ് വിൽ ബിക്കം 1 പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ സ്ക്വയർ പ്ലസ് അടുത്ത ആള് മൈനസ് എക്സ് സ്ക്വയർ ക്യൂബ് പ്ലസ് എക്സെട്ര. സോ ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 മൈനസ് എക്സ് റേസ് ടു 6 പ്ലസ് എക്സെട്ര. ഇതായിരിക്കും 1 by 1 plus x സ്ക്വയറിന്റെ എക്സ്പാൻഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് x by 1 plus x സ്ക്വയറിന്റെ ആണ്. സോ ദിസ് ഈസ് x by 1 plus x സ്ക്വയർ. വെറുതെ ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ x into 1 that is x minus x square into x cube plus this is x raised to 5 minus etc. അപ്പൊ ഇതായിരിക്കും x by 1 plus x സ്ക്വയറിന്റെ പവർ സീരീസ് കാണാനുള്ള ഒരു എളുപ്പ വഴി. അപ്പൊ പവർ സീരീസ് കിട്ടിക്കഴിഞ്ഞു. നൗ വി ക്യാൻ ഫൈൻഡ് ദി കൺവേർജൻസ്. കൺവേർജൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ പോലെ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാം. സോ ബൈ റേഷ്യോ ടെസ്റ്റ് യു ക്യാൻ ഫൈൻഡ് വേർ ഡസ് ഇറ്റ് കൺവേർജ് ഓർ വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദിസ് പവർ സീരീസ്. ഇനിയുള്ളത് ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ പവർ സീരീസ് ആണ്. ഇത് രണ്ടും ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ പവർ സീരീസ് കാണുന്നതിന് മുന്നേ log of 1 plus x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക നോക്കാം. d by dx of log of 1 plus x square. That will be what? 1 by 1 plus x square into 2x. That is 2x by 1 plus x square. ഇതാണ് d by dx of log of 1 plus x square. നമുക്ക് ഓൾറെഡി x by 1 plus x സ്ക്വയറിന്റെ പവർ സീരീസ് അറിയാം. അത് നമ്മളോട് എഴുതിയിട്ടുണ്ട് അല്ലെ. ദിസ് ഈസ് ദി പവർ സീരീസ് ഓഫ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇന്റഗ്രേഷൻ വെച്ചിട്ട് ഇതിനെ എങ്ങനെ റിലേറ്റ് ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കൂ. വി ക്യാൻ റൈറ്റ് d by dx of log of 1 plus x square as 2 into x by 1 plus x square. പക്ഷെ ആ 2 പുറത്തെടുത്ത് x by 1 plus x square എന്ന് പറയുന്നത് നമുക്ക് പവർ സീരീസ് അറിയാം. ദിസ് ഈസ് x minus x cube plus x raised to 5 minus etc. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് log of 1 plus x സ്ക്വയറിന്റെ പവർ സീരീസ് ആണ്. നമ്മുടെ കയ്യിൽ പക്ഷെ d by dx of log of 1 plus x സ്ക്വയറിന്റെ പവർ സീരീസേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. സോ ദിസ് വിൽ ബി ഇന്റഗ്രൽ ഓഫ് d by dx of log of 1 plus x square equal to 2, I can take it outside, integral of this power series, that is x minus x cube plus x raised to 5 plus minus etc. പക്ഷെ ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് രണ്ടും അല്ലേ. സോ ദിസ് വിൽ ഗീവ് യു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് നത്തിങ് ബട്ട് ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? പവർ സീരീസിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഓരോ ടേം വൈസ് ഇന്റഗ്രേഷൻ ആണ്. സോ ദിസ് ഈസ് 2 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബിന്റെ എക്സ് റേസ് ടു 4 ബൈ 4 പ്ലസ് അടുത്ത ആളുടെ എക്സ് റേസ് ടു 6 ബൈ 6 പ്ലസ് എക്സെട്ര. ഇനി ആ 2 ആണെങ്കിൽ ഉള്ളിലേക്ക് തന്നെ കൊടുക്കാം. സോ ദിസ് വിൽ ഗീവ് യു എക്സ് സ്ക്വയർ 2 ഉം 2 ക്യാൻസൽ ആവും മൈനസ് എക്സ് റേസ് ടു 4 ബൈ 2 പ്ലസ് എക്സ് റേസ് ടു 6 ബൈ 3 പ്ലസ് എക്സെട്ര.
So this is the power series of log of 1 plus x square. അപ്പോൾ നമ്മൾ ഈ ഡെഫിനേഷനിൽ കണ്ട ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ പ്രോപ്പർട്ടി പ്രകാരമാണ് ഈ ഒരു പ്രോബ്ലം ചെയ്തത്. നമുക്ക് അറിയുന്ന പവർ സീരീസിൽ നിന്ന് എക്സിനെ മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് ഒരു പവർ സീരീസ് കണ്ടുപിടിച്ചു. അതിന്റെ കൂടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ പവർ സീരീസ് കിട്ടി. ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ പവർ സീരീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതിന്റെ ഡെറിവേറ്റീവിന്റെ പവർ സീരീസ് കണ്ടുപിടിച്ചു, എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. Algebraic operations on power series. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പവർ സീരീസ് ഉണ്ട്, സിഗ്മ എ ഐ എക്സ് റേസ് ടു ഐ, ആൻഡ് അനദർ പവർ സീരീസ് ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് സിഗ്മ ബി ഐ എക്സ് റേസ് ടു ഐ വിത്ത് റേഡിയസ് ഓഫ് കൺവേർജൻസ് ആദ്യത്തെ ആളുടെ ആറും രണ്ടാമത്തെ ആളുടെ എസും ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ രണ്ട് പവർ സീരീസിനും കൂടി ആഡ് ചെയ്യണതാണ്, നമുക്കറിയാം. ആൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് അവരുടെ സ്മോളസ്റ്റ് നമ്പർ ആറാണ് സ്മോൾ എങ്കിൽ അത്, എസ് ആണ് സ്മോൾ എങ്കിൽ അത്. സോ ടി ഈസ് ദി സ്മോളർ ഓഫ് ദോസ് ടു ആൻഡ് ദ പവർ സീരീസ് ആൻഡ് ദ കൺവേർജൻസ് ഓഫ് ദിസ് പവർ സീരീസ് വിൽ ബി മോഡ് എക്സ് ലെസ് ദാൻ ടി. ആൻഡ് സി എഫ് ഓഫ് എക്സ് വിൽ ബി വാട്ട്? സി ഇൻറ്റു ദാറ്റ് പവർ സീരീസ്. നമ്മൾ ഇൻഫിനിറ്റ് സീരീസിന് രണ്ട് ഇൻഫിനിറ്റ് സീരീസിനെ ആഡ് ചെയ്തതും കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതും ഇൻഫിനിറ്റ് സീരീസിന്റെ പ്രൊഡക്റ്റ് എടുത്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പവർ സീരീസിനും. പവർ സീരീസ് എന്നും പറയുന്നത് ഇവൻച്വലി ആൻ ഇൻഫിനിറ്റ് സീരീസ് ആണ്, പക്ഷെ എക്സുകൾ അതിലുണ്ടെന്നേ ഉള്ളൂ. ഇനി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്താ വരുന്നത്? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈസ് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 0 ടു ഇൻഫിനിറ്റി, സിഗ്മ ജെ റണ്ണിങ് ഫ്രം 0 ടു ഐ, എ ജെ ബി I minus j x raised to I for mod x less than t. If b not equal to 0, then we can define f of x by g of x also. That will be some sigma ci x raised to I. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഓഫ് ദി പവർ സീരീസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം എങ്ങനെ ആയിരിക്കും? ഇപ്പോൾ ഒരു പവർ സീരീസ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വിചാരിക്കുക. ദിസ് ഈസ് എഫ് ഓഫ് എക്സ് into g of x എന്ന് പറയുന്നത് സം 1 minus x square plus x raised to 4 minus etc എന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ പ്രൊഡക്റ്റ് എടുക്കണ പോലെ തന്നെ ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ ആദ്യം ഇതിൽ 1 കൊണ്ട് ഇവരെല്ലാരെയും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഇങ്ങനെ ഈ ഫോമിൽ 1 into this 1 into this 1 into this etc. അപ്പൊ എന്താ കിട്ടുക? 1 minus x square plus x raised to 4 minus etc plus x into x കൊണ്ട് എല്ലാരെയും മൾട്ടിപ്ലൈ ചെയ്യണം. So we will get x minus x cube plus x raised to 5 plus etc. അതേപോലെ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ. അത് തന്നെയാണ് ഇവിടെ സിഗ്മ നൊട്ടേഷനിൽ എഴുതിയേ ഉള്ളൂ. റൈറ്റ് ഡൗൺ ദ പവർ സീരീസ് ഓഫ് ദി ഫോം സിഗ്മ എ ഐ എക്സ് റേസ് ടു ഐ. ഈ ഫോമിൽ എഴുതണം 2/3 മൈനസ് എക്സിനെ. സോ എഫ് ഓഫ് എക്സ് ഗിവൺ ഹിയർ ഈസ് 2/3 മൈനസ് എക്സ്. ഇതാണ് നമ്മുടെ തന്നിരിക്കണ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2/3 ഇൻറ്റു 1, അതായത് ആദ്യത്തെ ന്യൂമറേറ്ററിൽ നിന്ന് 2 പുറത്തെടുത്തു ആൻഡ് ഡിനോമിനേറ്ററിൽ നിന്ന് 3 പുറത്തെടുത്താൽ ദിസ് ഈസ് 1 മൈനസ് എക്സ് ബൈ 3. ദിസ് we can write it as 2/3 into this is of the form 1/1 minus x. X ന് വരെ x by 3 നേ ഉള്ളൂ. 1/1 minus x എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസ് ഫോമിലാണ് 1 plus x square plus etc ആണ്. അപ്പൊ x ന് വരെ x by 3 കൊടുത്താൽ മതി. So 1/1 minus x by 3 will be what? 1 plus x by 3 plus x by 3 square plus etc. ഇവിടെ കൺവേർജൻസ് mod x less than 1 ആണ്. അപ്പൊ ഇവിടെ x ന് വരെ x by 3 കൊടുത്തു. So this is mod x by 3 less than 1 ആണ്. Or we can say that mod x is less than 3. So this is sigma I running from 0 to infinity x by 3 raised to I. ഇനി 2-നെയും 3-നെയും തിരിച്ച് സിഗ്മ നൊട്ടേഷൻ അകത്ത് കൊടുക്കാം. സോ ദിസ് ഈസ് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 0 to infinity 2 by, ഇവിടെ ഓൾറെഡി 3 raised to I ഉണ്ട്. സോ 3 into 3 raised to I will give you 3 raised to I plus 1 into x raised to I. So this is the power series and radius of convergence of this power series is r equal to 3. അപ്പോൾ ഇങ്ങനെ ഏത് പ്രോബ്ലം തന്നാലും നമുക്ക്
അതിന്റെ പവർ സീരീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 5/4 മൈനസ് എക്സ് ആണെങ്കിൽ അവർ എയിം ഈസ് ടു കൺവേർട്ട് ദിസ് ഇൻ ടു ദിസ് ഫോം 1/1 മൈനസ് എക്സ് ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഈ കേസ് ആണെങ്കിലോ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? ആദ്യം 5/4 പുറത്തെടുക്കാം. 5/4 പുറത്തെടുക്കുന്ന സമയത്ത് ദിസ് ഈസ് 1/1 മൈനസ് x/4 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഓഫ് ദിസ് ഫോം 1/1 മൈനസ് എക്സ് വിത്ത് എക്സ് ഈക്വൽ ടു x/4. അത്രയാണ് വ്യത്യാസം വരുന്നുള്ളൂ. Now last problem of this chapter, write down the terms through x raised to 4 in the series for e raised to x by 1 minus x. x raised to 4 വരെയുള്ള ടേംസ് എഴുതാനാ പറയുന്നത് ഓഫ് ദ പവർ സീരീസ് e raised to x by 1 minus x. ഇപ്പൊ e raised to x ന്റെ പവർ സീരീസ് എന്ന് പറയുന്നത് 1 plus x plus x square by 2 plus etc ആണ്. And the radius of convergence is infinity. ഇത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. e raised to x ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ വന്നത് എന്ന്. നമുക്ക് ഇത് ജസ്റ്റ് ഒരു പവർ സീരീസിന്റെ മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ ദിസ് ഈസ് e raised to x and we know what is 1/1 minus x. 1/1 minus x എന്ന് പറഞ്ഞാൽ 1 plus x plus x square plus etc ആണ്. അതിന്റെ കൺവേർജൻസ് എന്ന് പറയുന്നത് mod x less than 1 അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ടേമിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. 1 കൊണ്ട് ഇതിലെല്ലാരെയും മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത എക്സ് കൊണ്ട് ഇവരെല്ലാരെയും മൾട്ടിപ്ലൈ ചെയ്യുക. x square by 2 കൊണ്ട് ഇവരെല്ലാരെയും മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആൻസർ എഴുതുക. അത്രയല്ലേ ഉള്ളൂ. സോ ദിസ് ഈസ് e raised to x into 1/1 minus x. നമ്മൾ നേരത്തെ കണ്ട പോലെ f of x into g of x ഉള്ള ഫോമാണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ ഫോമിൽ എഴുതിയാൽ മതി. ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ആള് e raised to x ന്റെയാണ്. So first term 1x x square by 2 x cube by 6 etc. e raised to x ന്റെ ടേംസ് ആണ്. അപ്പൊ ഇത് e raised to x ന്റെ ടേംസ് ആണ്. f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇവിടെ g of x എന്ന് പറയുന്ന ഫംഗ്ഷൻ 1/1 minus x ന്റെ ടേം ആണ്. എന്നിട്ട് എല്ലാ പോസിബിൾ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും ഇവർ ആദ്യം എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 1 into 1 1 1 into x x 1 into this one x square by 2 1 into this one will give you etc. അടുത്ത x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അടുത്തത് x square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു etc. And the final product will be 1 എടുത്തു 1 plus x plus x. അതായത് x പവർ മാത്രം വരുന്ന ആൾക്കാർ അത് ഈ ഫോമിലുള്ള ആളായിരിക്കും. ഇതായിരിക്കും 1, ഇതായിരിക്കും x ന്റെ പവേഴ്സ്, അടുത്തത് ഇതായിരിക്കും x സ്ക്വയറിന്റെ പവേഴ്സ്. സോ ദാറ്റ് ഈസ് ഹിയർ. ആൻഡ് നെക്സ്റ്റ് പവേഴ്സ് വിൽ ബി x ക്യൂബ്. ഓക്കെ, അടുത്ത ആള് x raised to 4 etc. ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് എന്താന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ട് പവർ സീരീസ് f of x ഉം g of x ഉം തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദ പവർ സീരീസ് ഓഫ് f of x into g of x. അതും ഏത് ഫോമിലായിരിക്കും? ai x raised to i ഫോമിലുള്ള ഒരാളായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പവർ സീരീസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കുക.